2004 കൊച്ചി ടൗൺ ഹാളിലൊരു ഫങ്ഷനാണ്. ഞാൻ വളരെ കാലത്തിന് ശേഷം കമല സുരയ്യ എന്ന ഒരു യൗവനത്തിൻ്റെ എഴുത്തുകാരി, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ യൗവനത്തിൻ്റെ എഴുത്തുകാരി എന്ന പട്ടം മറ്റാരെങ്കിലും ആ പട്ടം തട്ടിയെടുത്തിട്ടുണ്ടോ എന്നെനിക്ക് ഇപ്പോഴും സംശയമാണ്. ശ്രീമതി കമലാദാസിന് കൊച്ചി ടൗൺ ഹാളിൽ 2004 ഒരു ചടങ്ങിന്, അന്ന് ബഹദൂർ കെയും ഉണ്ട് എൻ്റെ കൂടെ ആ ചടങ്ങിൽ, 2003 2004 ആണ്. അന്ന് അമ്മ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വേദിയിലേക്ക് ചെല്ലുന്നത്. ഇരുന്നു വന്ന് കോട്ട് അൺഅവേഴ്സ് എന്നൊക്കെ പറയത്തില്ല, പെട്ടെന്ന് എന്നെ അടുത്ത് കണ്ട, അയ്യോ ഇതാരാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ്. ആ ഇഷ്ടത്തിൻ്റെ കാരണം എന്താണെന്നും വളരെ വിശദീകരിച്ച് പറഞ്ഞു. മമ്മൂക്കയുടെയും എൻ്റെയും പേരാണ് പറഞ്ഞത്. എന്നോട് പെട്ടെന്ന് പറഞ്ഞു, സുരേഷിന് ശരിക്കും ഞാൻ പലപ്പോഴും സിനിമയിൽ കാണുമ്പോൾ, പത്രത്തിൽ പടങ്ങൾ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ദാവൂദ് ഇബ്രാഹിമിൻ്റെ ലുക്കുണ്ടെന്ന്. അത് വളരെ നികൃഷ്ടമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ കണ്ണുകളിൽ ഭയങ്കരമായ ജ്യോതി തെളിയുന്ന ഒരവസ്ഥയിൽ, മുഖത്ത് നല്ല പ്രസന്ന ഭാവത്തിൽ എന്നോട് പറഞ്ഞു, ഒപ്പം തന്നെ വേലുപ്പിള്ള പ്രഭാകരനായിട്ട് എനിക്ക് സുരേഷിനെ പലപ്പോഴും അങ്ങനെ താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ലുക്സ് ഉണ്ട് പ്രഭാകരൻ്റെ. എൻ്റെ കഥയുണ്ട്, അത് എന്നെങ്കിലും സിനിമയാവുമെങ്കിൽ സുരേഷ് ഗോപി അതിനകത്ത് ഒരുപക്ഷെ വേലുപ്പിള്ള പ്രഭാകരൻ എന്ന് തോന്നിക്കാവുന്ന, അത് എഴുത്തുകാരിയുടെ സ്വാതന്ത്ര്യമാണ്. എഴുത്തുകാരിക്കിത് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടാകും. അപ്പോൾ തിരുച്ചെൽവത്തെ അമ്മ വ്യാഖ്യാനിച്ചിരുന്നത് ഒരുപക്ഷെ വേലുപ്പിള്ള പ്രഭാകരനായിട്ടായിരിക്കും. എന്നോട് അന്ന് ആ ആഗ്രഹം അമ്മ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതാദ്യമായിട്ടായിരിക്കും ഞാൻ ലോകത്തിനോട് പറയുന്നത്.